ഗൈസ്, മൈ നെയിം ഈസ് റോഡി. നമ്മളിത് ഫുൾ അപ്ഗ്രേഡ് ചെയ്തത് കാണിക്കാൻ കഴിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തുടക്ക് ഫോൺ വാങ്ങിയിട്ട് പോയി എൻ്റെ എന്നൊരവസ്ഥ നോക്കിയത്. അത് ഇടാൻ കഴിഞ്ഞിട്ടില്ല, കട്ട് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയായി. കാരണം ഞാൻ സേവ് ചെയ്യുന്ന ഇത് പറയുന്നില്ല എന്ന് സംഭവിച്ചത്. അത് പറഞ്ഞാൽ എന്തെല്ലാം നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കളിക്കാലത്ത് അത് പറയുന്നില്ല എന്ന് സംഭവിച്ചതെന്നില്ല. ഇങ്ങനെയല്ല ചുവന്ന് ഇങ്ങനൊരു ബ്ലോക്ക് ഇവിടുന്ന് ഓക്കെ. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തന്നെ ആക്കാം. ഇത് ഷീപ്പ് ഫോണായിട്ടില്ലല്ലോ. പക്ഷേ കവ് പ്രശ്നമില്ല. കവ് നോട്ട് പ്രോബ്ലം. ഷീപ്പ് ഗ്രാസ് ബ്ലോക്ക് വേണം, അതേ പ്രശ്നമുള്ളൂ. ഗ്രാസ് ബ്ലോക്ക് തിന്നാൻ പാടില്ല. നമുക്ക് ഗ്രാസ് ബ്ലോക്ക് ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ. നമുക്കിവിടെ പ്ലാറ്റ്ഫോം ഫുൾ അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ ഫുൾ അപ്ഗ്രേഡ് ചെയ്യും. പ്ലാറ്റ്ഫോം വഴിയാക്കാം. ടെക്നോളജി ഉപയോഗിക്കാം. ലോജിക് ഈസി പോലെ അവരുടെ മൊബൈൽ പ്ലേസിൻ്റെ വേറെ എയർബിൽ ബിൽഡ് ചെയ്ത് അത് ഒരു കമാൻഡും ഇല്ല. വിത്തൗട്ട് മോഡ് ഒരു മോഡും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എയർബിൻ്റെ ബിൽഡ് ചെയ്യുമ്പോൾ അടുത്തത് നമ്മളിത് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തത് വെച്ചാൽ നമുക്കൊരു ഹാർഡ് കോർ ഉള്ളത് ഫേക്ക് ലൈഫല്ല. ഞാൻ വീണ തോട്ടം ഉണ്ട്, അതുകൊണ്ട് ഒരു പേടിയിലാണ്ട് ഞാൻ ബിൽഡ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ നമ്മൾ തൊഴിൽ പണിക്ക് നിൽക്കില്ല. അതൊക്കെ ചാവണ്ട. ഇപ്പോഴേ ഇത്തിരി കഷ്ടം ഇത്തിരി നല്ല വേൾഡൊക്കെ ചാവുന്ന ഇതല്ലേ. ആഴ്ചക്ക് വലിയ വേൾഡ് ഫുൾ നെതറൈറ്റ് ആർമർ എല്ലാം ആയി. ഡയമണ്ട്, ഒരുപാട് ഡയമണ്ട്, എമറൽഡ്, ഒരുപാട് മോബ്സ്, നമുക്ക് സ്വന്തമായിട്ട് മൃഗങ്ങളുണ്ട്, സ്വന്തമായിട്ടൊരു വീട്, ഹൈ അണ്ടർഗ്രൗണ്ട് ബേസ്, അത് ഫുൾ നെതറൈറ്റിൻ്റെ ആർമേഴ്സ് ഇതെല്ലാം ഉണ്ടായി. ചത്തു വിചാരിച്ചു ഇത്രയും വേൾഡിൽ ഇത്രയും പ്രോഗ്രസ് ആയിട്ട് നമ്മൾ ചത്ത അവസ്ഥ അയച്ചു നോക്കി. അതുകൊണ്ട് ഇത്രയും നല്ല ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിയുമ്പോൾ തോട്ടമുണ്ടോ എനിക്ക് ഇത്രയും ധൈര്യം. അല്ലെങ്കിൽ ഈ പണിക്കൊന്നും നിൽക്കൂല. ആകെ ഉണ്ടാക്കി തോരും പേടിയാണ്. വീഴുന്നവരെ വീണെങ്കിൽ തീർന്നു. പക്ഷെ എനിക്ക് ഫെദർ ഫോളിങ് ഉണ്ട് എൻ്റെ ആർമറിന്. അതുകൊണ്ടൊരു ഫെദർ ഫോളിങ് 4 ആവും. നേരത്തെ 4ന് 5 4 വെച്ചില്ല 5 ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. 5 ഉണ്ട് തോന്നുന്നു. കോഴിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫെദർ ഫോളിങ് കൂടി വില്ലേജ് എന്നൊക്കെ നോക്കാം. മറ്റൊരു വില്ലേജാണ് നമുക്ക് കൊണ്ടുവരണം. ആദ്യം ഫെദർ ഫോളിങ് എന്ന വില്ലേജ് തട്ടിപ്പോയി. അറിയാണ്ട് ഞാൻ വാളിൽ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത്. കാരണം നോർമൽ സൈഡിലെ ഈ സാധനം ക്ലിക്ക് ചെയ്യേണ്ടതാ. പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത വാളിൻ്റെ, അതുകൊണ്ട് ചെറിയ പ്രശ്നമായത്. അത് കത്തിക്കത്ത് ചത്തു. കാരണം എത്രയായിട്ട് സോഡ ഇതിൻ്റെ അറ്റാക്ക് ഡാമേജ് കുറച്ച് കൂടുതലാണ്. 14 ഉണ്ട്. ഈ സോഡ കുറച്ചെങ്കിലും ബാക്കി ഉണ്ടാവുമായിരുന്നു. ഷീൽഡ് എന്ന് വെച്ചാൽ ഇതിന് ഫയർ സ്റ്റിങ്സ് 2 ആയില്ല, ഷാർപ്നെസ് 5 ഉണ്ട്. അതാണ് ഞാൻ ആലോചിച്ച് നോക്കി എത്രയൊക്കെ ചാവുകയെന്ന്. അതുകൊണ്ട് പ്രശ്നമായി. 3 കിട്ടിയെങ്കിൽ 1 ഹിറ്റ് ഡൗൺ ആവും. ഞാൻ ബോനല്ല പറഞ്ഞത്, പക്ഷെ ബോന് ഹെൽത്ത് ഇല്ല. ബോന് മെൻഡിങ് നോക്കാൻ കഴിയുമോ? മെൻഡിങ് വാങ്ങി നോക്കണമല്ല. ഒരു മെൻഡിങ് ഇറക്കണം. നമുക്കൊരു മെൻഡിങ് വേണം. വാട്ടർ ഗെയിമർ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഇതിൻ്റെ ഫേസ് റിവീൽ ആയി കേട്ടാ. ഞാൻ അതിൻ്റെ കോഡ് റിവീൽ ചെയ്തു. നിൻ്റെ അല്ല അപ്പിൻ്റെ. നിൻ്റെ യൂട്യൂബ് ചാനൽ, അത് നീ ഒരു യൂട്യൂബ് ചാനലാക്കണേ. കേൾക്കുന്നുണ്ട് കേട്ടോ. നീ ഒരു യൂട്യൂബ് ചാനലാക്ക്. എന്നിട്ട് അതിൽ കുറച്ച് വീഡിയോസിലിട്. എനിക്ക് റോബ്ലോക്സ് കളിക്കാൻ കഴിയില്ല, അത് പ്രശ്നമില്ല. അത് ഓവർ ഹാങ് ആവുന്നു. ഈ വേൾഡ്സ് എത്ര MB വീതം എടുക്കുന്നു. എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്ന അത്രയും MB എടുക്കും. ഈ മൊബൈൽ അത്രയും താങ്ങാൻ ശേഷിയില്ല. പിന്നെ ഓവറായിട്ട് എഡിറ്റിംഗ് ആപ്സ്, പിന്നെ മോഡ് ആപ്സ് വെച്ചൊരു കാര്യമില്ല. അത് ഒരിക്കൽ പോലെ ഉപയോഗിച്ചില്ലായിരുന്നു. ഒരിക്കൽ ഉപയോഗിച്ചു ആ ഗണ്ണിൻ്റെ മോഡ് എടുക്കാൻ. ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മോഡ് എടുക്കാൻ വേണ്ടി. ഒന്നും യൂസ്ലെസ് ആയിട്ട് കിട്ടിയത്.
ഒരെണ്ണമത്തെ നല്ലുണ്ട് ആ ഗണ്ണിൻ്റെ മോഡ്. ഞാനത് അതിൻ്റെ വീഡിയോ ഞാൻ ഒരു 2 സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഫുൾ വീഡിയോ ആണെങ്കിൽ അതിങ്ങനെ ഉണ്ടാക്കേണ്ടത്. പക്ഷെ ആ മോഡിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല മോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് അതിൽ ഗണ്ണിൻ്റെ എമോ ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ പുതിയൊരു അതിൻ്റെ പാർട്ട് 2 ആക്കിയിട്ടുണ്ട്, 2.0 ആക്കിയിട്ടുണ്ട്, ചങ്ങായി ഇറക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് സ്കോപ്പ് വെക്കാൻ കഴിയും ഗൺസിന്. ഗോൾഡൻ ഡെസേർട്ടുകളിന് വലിയ കുഴലും ഫിറ്റാക്കി ഒരു ലേസറും ഫിറ്റാക്കിയിട്ട് അതിനാക്കിയത് മനസ്സിലായില്ല. സ്നൈപ്പേഴ്സ് കിഡിലും സ്കോപ്പ് വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്കോപ്പ് സ്നൈപ്പേഴ്സിനുണ്ട്. ബാക്കിയൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതും കൂടി ആയ കുറച്ചും കൂടി ഈ എമോ ക്രാഫ്റ്റിങ് കൂടി നല്ല രസം ഉണ്ടാകും കളിക്കാൻ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എടുത്ത് കോമ്പ്യൂട്ടർ ഫോണാണ് തട്ടുന്നത്. അതുകൊണ്ട് നമുക്കൊരു എടുക്കും. അങ്ങോട്ട് കോമ്പീസ് ഫോണാകുന്നില്ല. ആണില്ല. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഹൗസ് ഉണ്ടാക്കും. ഇവിടെ ഹൗസ് വരും. 1 ബ്ലോക്ക് വരെയുണ്ട് കളിച്ചതിൻ്റെ പഴയ. നമുക്ക് ആ 1 ബ്ലോക്ക് ഒതുങ്ങി പോകണം. പിന്നെ ലെതറെടുത്താലോ? പറ്റൂലല്ല. അവിടെ ഒന്നും തോന്നിട്ടില്ല. നല്ലത് ഇതൊരു പ്രത്യേകത ഇതല്ലേ. നമുക്ക് ഷവൽ വെച്ച് മൈൻഡ് ചെയ്താൽ നമുക്ക് ഈ ബ്ലോക്കായിട്ട് എടുക്കാം. ഇതിന് സ്ലിപ്പ് ടച്ച് ഉണ്ട്. നമുക്കിനി ഷവൽ ഉപയോഗിക്കാൻ പറ്റാം. അതിന് നെതറായിട്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഡയമണ്ട് കളയണ്ടേ? മറ്റേ ഇത്രപ്പാട് ഡയമണ്ട് നമുക്ക് കാര്യമില്ല. കളയാൻ കുറച്ച് മടിയുണ്ടാവും. ഹാർഡ് കോർ കളുടെ വീണ്ടും മൈൻഡ് ചെയ്യാൻ പോയി തട്ടാലോ. അവിടെ ഡേർട്ടബിൾ തോന്നുന്നു. അത് ലാസ്റ്റ് സ്റ്റാക്ക് ആവുന്നു. അല്ല 2 സ്റ്റാക്ക് ഉണ്ട്. 2 സ്റ്റാക്ക് പോരാ. ഒക്കെ ഒന്ന് പോകേണ്ടി വരും. നമുക്ക് ഹൈറ്റിൽ ബിൽഡ് ചെയ്യാം. കഴിഞ്ഞ അത് വെച്ചിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് മുകളിലേക്ക് വരാം. കുറച്ചും കൂടി സുഖമായിരിക്കും. ഇതിൻ്റെ ആവശ്യമാണ്. നമുക്ക് എക്സ്ട്രാ ബ്ലോക്ക് അടിയിൽ വെക്കണ്ട. അത് വെച്ചാൽ പൊട്ടിക്കൽ പണിയാണ്. നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് മുകളിലേക്ക് പോകാം. ഓക്കെ, ഇത്ര 3 ബ്ലോക്കിൻ്റെ ഹൈറ്റ് മതി നമുക്ക്. കാലത്തേക്ക് ആകെ 3 ബ്ലോക്ക് 4 ബ്ലോക്ക് വെച്ച് നമുക്ക് 3 ബ്ലോക്ക് മതി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. 2 3 4 അവിടെ അടിയിലേക്ക് ബിൽഡ് ചെയ്യാനുള്ള പൊട്ട. നമുക്ക് ഇത്ര ഫുള്ള് സ്ഥലം കസ്റ്റഡി ആക്കേണ്ടി വരും. ആയിട്ട് വേണമെങ്കിൽ. പക്ഷേ ഓനും ലൈഫില്ല. വേറെ പ്രശ്നമുണ്ട്. എഫിഷ്യൻസി ഷവറുണ്ട്. ഇതിൽ ലൈഫില്ല. ഇതിൽ ജീവിതത്തിൽ തരും. നമുക്ക് ഇവിടെ ഒരു ഷുഗർ ക്യാൻ ഫാം ആക്കാം. നമുക്ക് പ്ലാറ്റ്ഫോം ആക്കാം. കുറച്ച് വലിയ പ്ലാറ്റ്ഫോമാണ് വരും. ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടുന്ന് ആ ഫാം ആക്കാൻ ബ്ലോക്സിൽ ഞാൻ മുമ്പേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഹാർഡ് കോർ വേൾഡ് തന്നെ അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങിയ ഉടനെ ഞാൻ ആദ്യം അത് ആലോചിച്ചത്. പ്രോഗ്രസ് ചെയ്തപാട് അതിൻ്റെ ആർമറും എല്ലാം ആട് ഞാൻ ഷുഗർ ക്യാൻ ഫാം ആക്കാവുന്നു. റിച്ചിനെടുത്തിട്ട് കോന്നു. റിച്ചിനെടുത്താൽ പിന്നെ ചെയ്യണ്ടേ? എന്താ അത് വരുന്നില്ലടാ. എയർമൽ ബ്ലോക്ക് ആവുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത ഈ കൺട്രോളിൻ്റെ പ്രത്യേകത തോന്നുന്നു. ഇത് ജാവലില്ലല്ലോ. ജാവലില്ല, ബെഡ്റോക്കിലും ഇല്ല. എന്താണ് മൊബൈൽ പ്ലേസ് പോക്കറ്റ് എഡിഷൻ്റെ ഓറഞ്ച്. ഏകദേശം ബെഡ്റോക്കും പോക്കറ്റ് എഡിഷൻ ഏകദേശം ഒരേപോലെയാണ്. അതിൽ ലെഫ്റ്റ് ഹാൻഡ് ഇല്ല. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡാ? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡാ? നമുക്ക് ഇത്രയും ടോട്ടം പിടിക്കുന്ന ഇതില്ലേ, ഫീൽഡിലും പിടിക്കുന്ന അതിന് നമുക്ക് ജാവലപ്പോൾ ബ്ലോക്ക് ആക്കാൻ കഴിയണം. ആ അപ്ഡേഷൻ വരുന്നെങ്കിൽ അങ്ങനത്തൊന്നും വേണം. ഇത് മോശം അങ്ങനെ തല പൊട്ടിക്കണം. അങ്ങനെ അങ്ങനെ ചെയ്തേലും ചെയ്യണ്ട്. ഈ ഗെയിം മോശം അങ്ങനത്തെ അല്ല. എന്നാലും അങ്ങനത്തെ ഒരു അപ്ഡേഷൻ ആകുമ്പോൾ ഇതിലും വലിയ അപ്ഡേഷൻ. ജങ്ക് സ്റ്റുഡിയോസിൻ്റെ ഞാൻ ചെയ്യുന്നുണ്ട് ഇത്. എന്നാലും ഒരു ചെറിയൊരു അപ്ഡേഷൻ വെച്ചൂടെ? അതിൽ അപ്ഡേഷൻ വന്ന് ഇതിലും വരൂലേ കുറച്ച് കാലം കഴിയുമ്പോൾ. ഞാനിത് അപ്ഡേറ്റ് ചെയ്ത് സ്പിയറിൽ വന്നു. ഇനി നമുക്ക് വേണ്ടത് ആ പുതിയ അപ്ഡേഷൻ. ലെഫ്റ്റ് ഹാൻഡ് മോഡ്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡാ? റൈറ്റ് ഹാൻഡ് ആവുന്നു. ഇത്രയ്ക്ക് അത് വരും. നമുക്ക് ഓഫ് ഹാൻഡ് എന്ന് പറയാം. ഓഫ് ഹാൻഡ് മോഡ് വേണം. ഇത്രയ്ക്ക് അത് കിട്ടുമ്പോൾ സുഖമായിട്ട് ബിൽഡ് ചെയ്യുക.
എല്ലാ ജോലിയും ഓഫായിട്ട് നമുക്ക് ടോർച്ച് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് വെളിച്ചം കിട്ടും. ടോർച്ച് വെളിച്ചം കൊണ്ട് നമുക്കൊരു മോഡ് കയറ്റിയാൽ മതി, ടോർച്ച് ലൈറ്റിൻ്റെ ഗ്ലോയിങ്ങിൻ്റെ. അതിൻ്റെ കയ്യിൽ എന്ത് പോകുന്ന മോഡ് എന്ത് പോകുന്നു, അതിലെത്തിന് പോകുന്നു ഗ്ലോയിങ്ങിൻ്റെ. അത് ഹാർഡ് കോറുകൾ നല്ല യൂസ് ഉണ്ടാവും, നമുക്ക് കൈ പിടിച്ച് നടക്കാമല്ലോ ടോർച്ച്. ഇപ്പം വേണ്ട പോലെ കളിക്കുന്നത് വെച്ചാൽ ഞാൻ നൈറ്റ് വിഷൻ മോഡ് വെക്കുന്നുണ്ട് ഡിവൈസ്. അത് ഉണ്ടാക്കാൻ അത് ഭയങ്കര ഡയമണ്ട് കൊണ്ടൊന്നുമില്ല, ഏറ്റവും നമ്മൾ മൈൻക്രാഫ്റ്റ് കൂടുതൽ ഡേർട്ടും സ്റ്റോണും ഇത് രണ്ടേ വേണ്ടു. അതൊക്കെ ഇത് രണ്ടേ വേണ്ടു. ഓക്കെ, നമുക്ക് ഡേർട്ട് മൈൻഡ് ചെയ്യാൻ വീട്ടിൽ പോകണം. ഞാൻ ഇപ്രാവശ്യം അവിടെ ഷീപ്പ് സ്പോണായി തെക്ക് ആളെ എൻ്റെ ഗ്രാസ് ബ്ലോക്ക് നിന്നാണ് ഇവന്മാർ. ഇനി പോകാനായിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവും നോക്കില്ല, ഒരു കണക്ക് കാർത്തൂണിൻ്റെ വഴിയുണ്ട്. മാറ്റി വെച്ചിന് അതൊക്കെ പശു മാത്രം ക്യൂട്ടായിട്ടുണ്ട്. എന്നൊക്കെ ടാലൻ്റ് ഇല്ല അതിന്, അല്ലെങ്കിൽ തൊറ്റടിക്ക് താഴേക്കതാണ്. ഈ രാത്രി രാവിലെയാ ഉറങ്ങേണ്ടി വരുമല്ലോ. ഇതൊക്കെ വുഡ് അല്ലേ, വുഡ് വയ്ക്കണം. ഇപ്പോൾ ബാക്ക് ക്രിപ്പേഴ്സ് പോകണം, ഇത്തിരി സമയത്ത് ക്രിപ്പേഴ്സ് ഉണ്ടായിട്ടില്ല ഇവിടെ. ക്രിപ്പേഴ്സ് പോകണമെന്നുണ്ടോ ഞാൻ ആയിരുന്നു സോണായിട്ടില്ലേ ഇവിടെ. എന്താടാ അങ്ങനത്തെ മര്യാദ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പം നിന്നെ സ്പൈഡർ വെച്ചാണ്ട. ഞാൻ അന്നേരം ഒരു വൂളിൻ്റെ ബെഡാക്കാൻ വേണ്ടി ഇങ്ങനെ എത്ര പേര് ചെയ്യാം, ഒരെണ്ണം പോയി സ്പോൺ ആയിട്ട്. ഇപ്പം നോക്കി 2 സോംബി സ്പോണാൻ കണ്ടോ. ഇപ്പം മുകളിലുണ്ടായ 150 സ്പോൺ ആയിട്ടില്ല, ഞാൻ താഴെ എത്തല് സ്പോണാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തേക്ക് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേ 30 കൊണ്ടിട്ടേ കണ്ടിട്ടില്ല. അവിടെ ഇപ്പം എൻ്റെ വീട് നട വന്നേ വീടുപടാ എനക്ക് വേഗം ഉറങ്ങണം. മരത്തിലടി ഇതോട് തന്നെ പിറ്റേ വീട് ഉണ്ടായിട്ടില്ല. അവിടെ വാട് വാടാ. ആ തോമ്പി നീതി ഇങ്ങോട്ട് വരുന്ന മുന്നേ വേഗം അവിടെ ഒരു വുഡും കൂടി വേണം. ആറ് നോക്കുന്നു. ഓക്കെ. ക്രാഫ്റ്റിംഗ് ടേബിൾ. സ്കൂൾ. വേഗം അവിടെ ഇനി വേണ്ടി ഡ്രോപ്പാണ് അവിടെ. വേഗം വാ അവിടെ വേഗം പാടോ. ബെഡ്. ഓക്കെ സ്പോൺ സെറ്റ്. ഓക്കെ അടുത്ത കയറി വരുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ പണി പാടാ അടിക്കാൻ പറഞ്ഞേ. അവിടെ കോപ്പർ ഒന്ന് ഫസ്റ്റ് അടിക്കുന്നേ, ഫസ്റ്റ് തന്നെ കോപ്പർ ചീ കോപ്പർ വെച്ച് കായതുണ്ട്, കുറച്ച് സ്റ്റാക്കുണ്ട്. പക്ഷെ എനിക്ക് കോപ്പറിച്ച് കായതുണ്ട്. എൻ്റെ കോപ്പർ ഉണ്ടായിരുന്ന ഇത്രയും എനിക്ക് ഡയമണ്ട് ആർമർ അയൺ ആർമർ എല്ലാം ആയ. എനിക്ക് ഒഴിക്കപ്പോയി അയൺ ആർമർ ഇടാൻ പറ്റില്ല. അവിടെ ഇട്ടപാട് പോകേണ്ട അവസ്ഥ. ഇട്ടപാട് ഞാൻ ഡയമണ്ട് വാങ്ങി ചെയ്യാൻ പോയി ഡയമണ്ട് കിട്ടി. പാവായ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പഠിക്കാൻ വേണ്ട. ഇതാണ് ഇൻവെൻറ്ററിയിലേക്ക് വരാത്തത്. പക്ഷെ അവരിപ്പം പൊട്ടും കേട്ടോ, എൻ്റെ മഞ്ഞ അടിച്ച് പൊട്ടും. എന്ത് ബ്ലോക്ക് കോള അവിടെ ഗ്രാസ് ബ്ലോക്ക് ഇടുന്നുള്ളൂ. ഗ്രാസ് ബ്ലോക്ക് ആയ വെക്കുന്നില്ല. ഷീപ്പ് ഗ്രാസ് ബ്ലോക്കിൽ സ്പോൺ ആവില്ല, അതൊരു പ്രശ്നം. ഇതുപോലത്തെ സ്പോൺ ആവില്ല. കൂടെ ഗ്രാസ് ബ്ലോക്ക് സ്പോൺ വെച്ച് അത് പ്രശ്നമുള്ള കാര്യം. ഓക്കെ 14 സെക്കൻഡിൻ്റെ വീഡിയോ ആയി. ഓക്കെ പിന്നെ ബാക്കി പാട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എത്താനുള്ള മതി. അടുത്ത വീഡിയോ വേണം. ബൈ ഗായ്സ്. സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യും. എല്ലാവരും സുഖമായി നിൽക്ക്. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും ജീവനോടെ നിൽക്കണം. അടുത്ത വീഡിയോ വീണ്ടും കാണാൻ കഴിയും. ഓക്കെ ബൈ. ഓക്കെ കാണുന്നുണ്ടാവില്ല. ഞാൻ കുറച്ച് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയി ഇൻട്രോ വീഡിയോൻ്റെ നിർത്താം. ഓക്കെ റെഡി സെറ്റ് ഗോ. ഓക്കെ ഇന്നത്തെ എത്രമാത്രം മതി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.